ഒരു പെണ്ണെന്ന രീതിയിൽ നിന്നെ അവൻ കണ്ടിട്ടുണ്ടോ? നിന്നെ അവൻ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഉത്തരവില്ല അല്ലേ? നിന്നെ പോലെ ഉള്ളവർക്ക് അതേ വിധിച്ചിട്ടുള്ളൂ. നീ അവന്റെ ഭാര്യയല്ലെന്നും ഭാര്യയായിട്ട് അഭിനയിക്കുകയാണെന്നും നിന്റെ അച്ഛനും വീട്ടുകാർക്കും ഭംഗിയായിട്ട് അറിയാം. എന്നിട്ടും എന്താടി അവരാരും പ്രതികരിക്കാത്തത്? കാരണം എപ്പോഴെങ്കിലും അവകാശത്തിന്റെ പേര് പറഞ്ഞ് ഈ കുടുംബത്തിൽ നിന്ന് നീ കൊണ്ടു ചെല്ലുന്ന സമ്പത്തിലാണ് അവരുടെ കണ്ണ്. വേറെ ഒരു അർത്ഥത്തിൽ പറഞ്ഞ കുടുംബം പുലർത്താൻ വേണ്ടി നിന്നെ വിറ്റവരാവര്. മതി മാഡം. മാഡം എന്നോട് നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങിയപ്പോ തിരിച്ച് ഞാനും അതുപോലെ പെരുമാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ സൂര്യ സാർ മാഡത്തിനെതിരായി സംസാരിക്കുമ്പോ അത് പാടില്ലെന്ന് ഞാൻ വിലക്കിയിട്ടുണ്ട്. എന്ന് കരുതി എന്റെ കുടുംബത്തിന് ഈ സംസാരത്തിൽ വലിച്ചഴക്കേണ്ട. മാഡം ഇപ്പൊ എന്താ പറഞ്ഞേ? സൂര്യ സാറിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ചില്ലി കാശിന് വേണ്ടി എന്റെ കുടുംബം എന്നെ വിറ്റിരിക്കാന്ന് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ മാഡം. മാഡത്തിന്റെ കുടുംബത്തിന് നല്ല സമ്പത്തുണ്ട്, മാഡത്തിന്റെ അച്ഛന് നല്ല സ്വാധീനവും ഉണ്ട്. എന്നിട്ട് എന്തിനാ കല്യാണ പന്തലിൽ വെച്ച് സ്വന്തം മോളെ നിരസിച്ച ഒരാളുടെ പുറകെ മകളെ ഇങ്ങനെ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നത്? അതിന്റെ ലക്ഷ്യം എന്താ മാഡം? അപ്പൊ ലാഭത്തിന് വേണ്ടി മാഡത്തിനെ അവര് വിറ്റു എന്ന് പറഞ്ഞാലും മാഡത്തിന് എന്നൊന്നും പറയാൻ പറ്റില്ല. ഏയ്, സംസാരം അതിര് കടന്നാലുണ്ടല്ലോ. അതിര് കടന്ന ഞാനല്ല, മാഡമാ.